മർദ്ദനവും മാനസിക പീഡനങ്ങളും മൂലം ആത്മഹത്യ ചെയ്ത തിരുവാലൂർ സ്വദേശി അഭിജിത്തിന്റെ കുടുംബത്തിന് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് കളമശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആലുവ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. മർദ്ദനവും മാനസിക പീഡനങ്ങളും മൂലം ആത്മഹത്യ ചെയ്ത തിരുവാലൂർ സ്വദേശി അഭിജിത്തിന് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് കളമശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആലുവ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. അഭിജിത്തിന്റെ കുടുംബം നൽകിയ പരാതിയിൽ പോലീസ് പാലിക്കുന്ന നിഷ്ക്രിയത്വത്തിൽ പ്രതിഷേധിച്ചും യഥാർത്ഥ പ്രതികളെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുക എന്ന ആവശ്യം ഉന്നയിച്ചുമായിരുന്നു പ്രകടനം. ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അമീൻ റിയാസ് ഉദ്ഘാടനം ചെയ്തു. നമ്മൾ മനസ്സിലാക്കേണ്ടത് പോലീസ് എന്ന് പറയുന്നത് ഇവിടുത്തെ നിയമം സംരക്ഷിക്കേണ്ട, ഇവിടുത്തെ നീതി നിഷേധിക്കപ്പെടുന്നവർക്ക് അത് വാങ്ങിക്കൊടുക്കേണ്ടുന്ന, അത് സംരക്ഷിച്ചു കൊടുക്കേണ്ടുന്ന ആളുകളാണ് ഇവിടുത്തെ പോലീസും ഭരണകൂടവും. ഇവിടുത്തെ ഇപ്പോ ഈ ആലങ്ങാട് സ്റ്റേഷനിലെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ആളുകളോട് ചോദിച്ച ആ വിഷയം അറിയുമ്പോൾ തീർത്തും നമ്മൾ ആ വിഷയം കേൾക്കുമ്പോൾ തന്നെ തലകുനിച്ചു പോവുകയാണ്. നമുക്കറിയാം, കേരളത്തിൽ പോലീസിനെ കുറിച്ച് പല വിധത്തിലുള്ള ആരോപണങ്ങളുണ്ട്. രാജ്യത്ത് സംഘപരിവാർ അധികാരത്തിൽ വരരുത് എന്ന് രാജ്യമൊട്ടാകെ ആഗ്രഹിക്കുമ്പോ, സംഘപരിവാറിനെതിരായി നിലപാടെടുക്കുമ്പോ കേരളത്തിലെ പോലീസ്, കേരളത്തിലെ ഭരണകൂടം സംഘപരിവാറിന് വിധേയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, BJPക്ക് വിധേയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുന്ന ആരോപണങ്ങൾ ഒരു ഭാഗത്തുണ്ട്. ഇവിടുത്തെ പോലീസ് പലപ്പോഴും സംഘപരിവാറിന്റെ നിലപാടുകൾ ഏറ്റുപിടിക്കുന്നു എന്നൊക്കെ പറയുന്ന അവസ്ഥകൾ അത്തരം വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഒരു പഞ്ചായത്ത് മെമ്പറും ഇവിടുത്തെ പ്രാദേശിക നേതാക്കളും പറയുമ്പോൾ അവർക്ക് വേണ്ടി മുട്ടിലിഴയുന്ന തരത്തിലുള്ള നിലപാടിലേക്ക് ഇവിടുത്തെ പോലീസ് മാറിയിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് അത്യന്തം ലജ്ജാവഹമാണ് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കളമശ്ശേരി മണ്ഡലം പ്രസിഡന്റ് മുസമ്മിൽ കളമശ്ശേരി അധ്യക്ഷത വഹിച്ചു. വെൽഫെയർ പാർട്ടി കളമശ്ശേരി മണ്ഡലം സെക്രട്ടറി സലാഹുദ്ദീൻ, SDPI കളമശ്ശേരി മണ്ഡലം കമ്മിറ്റി അംഗം നാസിം പുളിക്കൽ, ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് ജില്ലാ കമ്മിറ്റി അംഗം ഹർഹാൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് കളമശ്ശേരി മണ്ഡലം വൈസ് പ്രസിഡന്റ് സദ്ദാം വാലിയത്ത് നന്ദി പ്രകാശിപ്പിച്ചു. കോട്ടപ്പുറം ജംഗ്ഷനിൽ മാർച്ച് പോലീസ് തടഞ്ഞു. തിരുവാലൂർ ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ നേരിട്ട മർദ്ദനവും തുടർന്നുള്ള ഭീഷണികളും മൂലം കഴിഞ്ഞ മാസം 12 അഭിജിത്ത് ആത്മഹത്യ ചെയ്തത്. നമുക്കറിയാം, സംഘപരിവാറിന്റെ ആക്രമണത്തിന് സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ എത്തിയ അഭിജിത്തിനെ വളരെ ക്രൂരമായി മാനസികമായി തളർത്തുകയും PCC പോലുള്ള രേഖകൾ നിനക്ക് തരില്ല, നീ പുറത്തേക്ക് പോകണ്ട എന്ന് അപമാനിക്കുകയും ചെയ്ത് മരണത്തിലേക്ക് വിട്ട ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ, വെറും 20 വയസ്സുകാരനെ മരണത്തിലേക്ക് വിട്ട ഇവർ ആരുടെ അജണ്ടകളാണ് ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്? നിസ്സംശയം പ്രവർത്തകരെ, വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യയുടെയും ഫെറ്റേന്റെയും കർമ്മജീര പ്രവർത്തകരെ, കഴിഞ്ഞ മാസം 16-ാം തീയതി നമ്മുടെ നാടിനെ നടുക്കിയ ഒരു സംഭവമാണ്, ഒരു ദാരുണമായ സംഭവമാണ് നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായ ആലങ്ങാട് തിരുവാലൂരിൽ നടന്നത്. ഒരു കുടുംബത്തിന് താങ്ങും തണലുമാകേണ്ടിയിരുന്ന ഒരു ചെറുപ്പക്കാരൻ ഇവിടുത്തെ നിയമപാലകരുടെയും സംഘപരിവാർ തെമ്മാടികളുടെയും ഭീഷണിക്ക് മുന്നിൽ സ്വന്തം ജീവൻ കളഞ്ഞുകൊണ്ട് ആത്മഹത്യ ചെയ്യുകയുണ്ടായിരുന്നു. ഒരു സംഗതി മാത്രമാണ് അഭിജിത്ത് ചെയ്തത്. പക്ഷേ അഭിജിത്തിന്റെ പരാതി സ്വീകരിക്കുകയോ അതിൽ ഒരു അന്വേഷണം നടത്തുകയോ ചെയ്തില്ല എന്ന് മാത്രമല്ല, ഇതിൽ പ്രതികളാണെന്ന് ആരോപിക്കപ്പെടുന്നവരുടെ സംസാരങ്ങൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അവരുടെ വർത്തമാനങ്ങൾ, അല്ലെങ്കിൽ റിട്ടയർഡ് ചെയ്ത ഒരു മുൻ പോലീസ് ഉദ്യോഗസ്ഥന്റെ സ്വാധീനം ഇത്തരം ചെയ്തികൾക്ക് പോലീസുകാർക്ക് അവർക്ക് അങ്ങനെ ചെയ്യേണ്ട ഒരു അവസ്ഥ സൃഷ്ടിച്ചു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. റിട്ടയർഡായ പോലീസ് ഉദ്യോഗസ്ഥൻ ഈ അഭിജിത്തിന്റെ വീടിന്റെ പരിസരത്ത് തന്നെയുള്ളതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി മുന്നോട്ടിറങ്ങുന്ന നാട്ടിൽ ഒരുപാട് കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്ന അവസ്ഥയിലേക്ക് മാറും എന്നുള്ള ഒരു മുൻകരുതൽ നമ്മൾ എടുത്തില്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളെ നാം സാമാന്യവൽക്കരിച്ചുകൊണ്ട് അത് നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ തഴയുകയാണെങ്കിൽ ഇത്തരത്തിൽ നേരത്തെ പറഞ്ഞ പോലെയുള്ള പ്രയാസങ്ങൾ നമ്മുടെ നാട്ടിൽ രൂപപ്പെട്ടു വരും. അത് ഇവിടെ നിയമവ്യവസ്ഥയെയും നിയമപാലകരെയൊക്കെ അടങ്ങറാക്കും എന്ന് മാത്രമല്ല ജനങ്ങളുടെ സ്വസ്ഥമായ ജീവിത